ഞങ്ങൾക്കൊരവസരം തന്ന് നിങ്ങൾ ആദ്യമായി പരീക്ഷിക്കൂ. 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ ചോദ്യം ചെയ്യും. 2 MP-മാരുടെ കഴിവുകേടെന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്ത ബാക്കി 18 പേരും അവർക്ക് ദൈവങ്ങളാണ്. എന്തൊരു രാഷ്ട്രീയമാണ്! നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള അതിനൊരു തലോടൽ നൽകേണ്ട ഉത്തരവാദപ്പെട്ട് ഭരണപക്ഷത്തെ ആയാലും പ്രതിപക്ഷത്തെ ആയാലും കഴിഞ്ഞ തവണ അതിന് മുന്നലത്തെ തവണ ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെ സംബന്ധിച്ച് ചോദ്യം നിങ്ങൾ ഉന്നയിക്കണം. അതിന് ഉത്തരം കിട്ടില്ല, അവർക്ക് ഉത്തരം മുട്ടും. അത് പൊതുവേദികളിലൊന്നും ചോദിക്കണ്ട. ഇത് അവലോകനം ചെയ്യുന്ന രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. അവരെ എതിർക്കുന്ന പ്രധാനപ്പെട്ട കക്ഷി, ഒറ്റക്കക്ഷി എന്ന നിലയ്ക്ക് ഒരു മുന്നണി NDA ഇലക്ഷൻ പ്രചരണവുമായിട്ട് പ്രചരണമുഖത്തിറങ്ങുമ്പോൾ അവർ പറയുന്ന വിഷയങ്ങൾ സത്യമല്ല എന്ന് പറയേണ്ടത് നിങ്ങളാണ്. സത്യമാണെങ്കിൽ അത് നിങ്ങൾ പറയണ്ട, അതിനുള്ള പ്രതിവിധി കാണേണ്ടതും നിങ്ങളാണ്. അതിനുള്ള പ്രതി നടപടി സ്വീകരിക്കേണ്ടതും നിങ്ങളാണ്. കുടിവെള്ളത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. ഈ റംദാൻ കാലത്തും ഒളു എടുക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ ജലമില്ലാത്ത ഇടങ്ങളിലേക്ക് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് എന്നൊന്നും ഞാൻ വിമർശിക്കുന്നില്ല. എങ്കിലും ജലം എത്തിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായെങ്കിൽ ജൽനിധി മിഷന്റെ പദ്ധതിയുടെ പ്രകാരം കേരളത്തിൽ ഏത് പ്രദേശത്താണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജൽനിധി മിഷന്റെ പൈപ്പുകൾ എത്താത്തത് എന്ന് പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് കണ്ടുപിടിച്ച് തരണം. അങ്ങനെ എത്തിയ വലിയ പൈപ്പുകളിൽ നിന്ന് ഏതാണ്ട് പരമാവധി 8 കിലോമീറ്റർ സർക്കാരിൻ്റെ, കേരള സർക്കാരിൻ്റെ സഹകരണം കൊണ്ട് മാത്രം, ഔദാര്യമല്ല, ആ പദ്ധതിയുടെ നിഷ്കർഷതകൾ എന്തൊക്കെയെന്ന് പത്രധർമ്മം മനസ്സിലാക്കണം. ആ വലിയ പൈപ്പിൽ നിന്ന് അവസാനത്തെ മില്ലിമീറ്റർ പൗരന്റെ വീട്ടിലേക്ക് ഒരു ടാപ്പ് അടക്കം വെച്ചു കൊടുത്ത് എത്തിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? ആ സർക്കാരിനെ കൊണ്ട് അത് ചെയ്യിക്കണമെങ്കിൽ ഈ പ്രദേശത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വാർഡ് മെമ്പറിൽ തുടങ്ങി പഞ്ചായത്തായാലും മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും വാർഡ് മെമ്പറിൽ തുടങ്ങി MLA വരെ എത്തി നിൽക്കുന്ന മുഖ്യ സ്ഥാനക്കാരുടെ പിടിപ്പുകേടാണെന്ന് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ അത് അസത്യമാണെന്ന് ഞങ്ങളുടെ എതിർ കക്ഷികളുടെ മുഴുവൻ രാഷ്ട്രീയ പ്രവർത്തകരും തെളിയിക്കണം. കുടിവെള്ളത്തിന് നിങ്ങൾക്ക് മുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലമായി, 11.25 വർഷമെന്ന് ഞാൻ പറയുന്നില്ല, ഗംഗാ പദ്ധതിയുടെ പരിധിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് ദേശവ്യാപകമായിട്ട് ഉമാഭാരതിജി കേന്ദ്ര ജലവിഭവ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് തുടങ്ങിവെച്ച പദ്ധതിക്ക് പിന്നെ ജൽനിധി മിഷൻ എന്ന് പറയുന്ന പേര് നൽകുകയും ഭാരതത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലേക്കും 28 സംസ്ഥാനങ്ങളിലും 8 യൂണിയൻ ടെറിട്ടറികളിലേക്കും, അത് ഇതിനു മുമ്പ് 29 സംസ്ഥാനങ്ങളായിരുന്നു. ഈ ശ്രമം നടന്ന് നിങ്ങളുടെ ജനിച്ചു വീഴുന്ന കുഞ്ഞിന് ആദ്യത്തെ തുള്ളി നീര് വെച്ചു കൊടുക്കുന്നതിനും യാത്ര പിരിഞ്ഞു പോകുന്ന പൗരന് അവസാനത്തെ തുള്ളി ജലം നാവിൽ ഇറ്റു കൊടുക്കുന്നതിനും ജലമെത്തിക്കാൻ നരേന്ദ്രമോദി ശ്രമിച്ചു. കേരള സർക്കാർ അതിന് സഹകരിച്ചില്ല എന്ന് വന്നാൽ ആ കേരള സർക്കാരിലെ ആരൊക്കെ അതിനെതിരെ നിന്നു? നിങ്ങളുടെ ലഭ്യതയ്ക്ക് എന്താണ് അതിൻ്റെ കടയ്ക്ക് കത്തിവെച്ചു എന്നുള്ള രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇത്തവണ അതിനൊരു പ്രതി നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് ആദ്യം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരുണത്തിൽ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ കൃഷ്ണകുമാർ ജയിച്ചു വരിക എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA സഖ്യത്തിൻ്റെ ആവശ്യത്തെക്കാൾ കൂടുതൽ
പാലക്കാട് ജില്ലയിലെ ജനങ്ങളുടെ അത്യാവശ്യകതയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തന്നെയാണ് രണ്ടാം സ്ഥാനക്കാരനോ മൂന്നാം സ്ഥാനക്കാരനോ പോലും ആ സ്ഥാനങ്ങൾ നൽകാൻ യോഗ്യതയില്ലാത്ത അവസ്ഥയിലാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങളായിരിക്കണം. ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉടനെ ചോദിക്കും എന്തുണ്ടാക്കിയെന്ന്. അതാണ് അവരുടെ ഒരു വ്യംഗ്യം. അവസരം തരൂ. നിങ്ങൾ മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട്. ആരെയൊക്കെ പരീക്ഷിച്ചു? ഞങ്ങൾക്കൊരവസരം തന്ന് നിങ്ങൾ ആദ്യമായി പരീക്ഷിക്കൂ. 5 വർഷം കഴിഞ്ഞ് ഞങ്ങളെ ചോദ്യം ചെയ്യൂ. അതുമാത്രമേ സാധ്യമാവൂ.